പിന്നെ ഹരിതവർണ്ണം മനോഹരം ഫാം കാഴ്ചയിലെ സെക്കൻഡ് പാർട്ടാട്ടോ. ക്യാൻഡി ഇവളെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് അവൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ. വേണ്ട ഇത് ബേറാപ്പിളാട്ടോ. ഇതിലും ഇഷ്ടം പോലെ ബേറാപ്പിളോ ഇത് നമ്മൾ വിൽക്കാറുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇതിൻ്റെ ഇത് കൊഞ്ചുപുളി കേട്ടോ. കൊഞ്ചുപുളിക്ക് ഇവിടെ മാർക്കറ്റൊന്നുമില്ല. ഇത് നമ്മൾ തന്നെ ഉപയോഗിക്കും. മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്തിടും. പിന്നെ കുറച്ച് അച്ചാറിടും. പിന്നെ ആരെങ്കിലുമൊക്കെ ചിലവർക്കൊക്കെ കൊടുക്കും, അത്രയൊക്കെ ഉള്ളേ. ഇതൊരു ആമ്പൽക്കുളം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് തവളയൊക്കെ ഉണ്ട്. അത് നല്ല രസമാണ്. അതിനകത്ത് ഈ കിളികളൊക്കെ വന്നിരിക്കും. രണ്ട് ഇത് മൂസമ്പി കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് കായ ഉണ്ടായിട്ടുണ്ട്. ആകെ ഇപ്പം 3 കായ ഉണ്ടായിട്ടുള്ളേ. ഒരെണ്ണം നിൽക്കുന്നുണ്ടോ, പിന്നെ 2 മേളിൽ എവിടെയോ ആണേ. ഇത് ആദ്യമായിട്ടുണ്ടാവും. ഇതുവരെ പരിവായിട്ടില്ലേ. എൻ്റെ അപ്പുറത്ത് എൻ്റെ കൂടാട്ടോ, ഡോഗിൻ്റെയൊക്കെ കൂടുകളാണ്. അത് ഞാൻ വേറെ കാണിച്ചു തരാം വീഡിയോയ്ക്കകത്ത്. ഇത് കേട്ടോ റംബൂട്ടാനാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പൂത്ത് കായായില്ല, പൂവങ്ങ് പൊഴിഞ്ഞു പോയി കേട്ടോ. അതും ഒരു മാവ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചെടികൾ വളരെ കുറവാണ് പൂവൊക്കെ കാണാൻ. ഇതൊരു മാവ. ഇതാണെങ്കിലുണ്ടല്ലോ വർഷത്തിൽ 4 പ്രാവശ്യം പൂക്കുന്നേ കേട്ടോ. ഇത് നമ്മുടെ വീട് ഇത് ഒരു മഞ്ഞ പൂ പിടിക്കുന്ന എന്തോ അതിന് ക്രീപ്പർ അങ്ങനെ ഏതാണ്ട് ഒരു പേര് പറയാം, അങ്ങനെ പടത്തുന്ന കേട്ടോ. ഇത് നമ്മുടെ ഫാമിൻ്റെ വാതിലാണ്. വേണ്ട താറാവ് നടക്കുന്നുണ്ടോ. 3 താറാവുണ്ട് കേട്ടോ. ഇന്ന് തന്നെ ഒരു മുട്ട കിട്ടി. വേണ്ട ഇത് ഉണ്ടമുളകാണ്, ഉളങ്കുല്ലി മുളക്, ഭയങ്കര എരിവാണ്. ഇത് സാധാരണ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. അതേണ്ട ഉണ്ടോ, ഇഷ്ടംപോലെ പച്ചമുളക് നിൽപ്പുണ്ടേ. പിന്നെ കാന്താരി, വേണ്ട ഇതൊരു വെള്ള കാന്താരി, വെള്ള ഉണ്ടമുളക്, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാം പുല്ല് ഇട്ട് നിർത്തിയിരിക്കുവാണ്. നല്ല രസം കേട്ടോ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ. ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര ശാന്തതയാണ് കേട്ടോ. നമുക്ക് പോകാൻ തോന്നത്തില്ല കേട്ടോ. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഇതൊരു ഭയങ്കര സുഖമാണ് കേട്ടോ. വേണ്ട മുയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു കൂട്ടർ ഉപേക്ഷിച്ചതാണ്. 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരാളേ ഉള്ളൂ കേട്ടോ. ഇവളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാമെന്നറിയാം. വെജിറ്റബിൾസ് ഇവിടെ ഉണ്ടാകും, പിന്നെ എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. അത് അവൾക്കും അറിയാം. ഞങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടുത്തെ കെയർ ടേക്കർക്കായാലും പിള്ളേരുണ്ടല്ലോ ഞങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവരും. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് നമ്മുടെ ഫാം. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം മീൻ ഇടുന്നുണ്ട് കേട്ടോ. ജൂൺ ലാസ്റ്റൊക്കെ ആകുമ്പോൾ മീൻ കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പം നമ്മുടെ കുഞ്ഞിക്കുളത്തിൽ മീനിനെ ഇടാൻ തുടങ്ങും. നമ്മൾ ആദ്യം ഇവിടെ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ വേണ്ട അവിടെ ഉണ്ടാക്കിയെല്ലാം കട്ട കെട്ടി അടിവശം കോൺക്രീറ്റ് ചെയ്തിട്ടിരുന്നായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാ അതിൻ്റെ ആവശ്യം, അവിടെ 10 മരം എടുക്കാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. സ്വിമ്മിംഗ് പൂൾ കൊണ്ട് എന്തോ പ്രയോജനം. നമ്മളാണെങ്കിൽ ആലപ്പുഴക്കാര വെള്ളത്തിൻ്റെ നടുക്ക് കിടന്ന് പിന്നെ ഇവിടെ വന്നും വെള്ളത്തിൽ കിടക്കേണ്ട കാര്യമുണ്ടോ. ഞാൻ അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം അത് കട്ടയെല്ലാം ഇളക്കിയിട്ട് നമ്മളത് മണ്ണിട്ട് നിരത്തി മരം നടാൻ തുടങ്ങാൻ അവിടെ ഒരു കൊടിച്ചുത്തി നാരങ്ങ നട്ട് അങ്ങനെ തുടങ്ങുന്നു കേട്ടോ.